ഹലോ എവ്രി വൺ, വെൽക്കം ടു ഐഫ എഡ്യൂക്കേഷൻ. എവിടെ എത്തിയടാ സിയൂട്ടിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ? ഇനി കുറച്ച് മാസങ്ങളെ നമുക്ക് മുന്നിലുള്ളൂ കേട്ടോ. ഇപ്പൊ തന്നെ തുടങ്ങിയാലേ നമുക്ക് ഉഷാറായിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിയൂട്ടിയുടെ പാർട്ട് എയിൽ വരുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പൊ നല്ലോണം ശ്രദ്ധിച്ചോളൂ. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്തായിരിക്കും ഈ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാല് നമുക്കൊരു കഥ പോലെ പറഞ്ഞു പോവാം. രാമു ഒരു ബാങ്കിൽ നിന്ന് 1000 രൂപ ലോൺ എടുത്തു. 1000 രൂപ ഒന്നും പറ്റില്ലല്ലേ, 10000 രൂപ ലോൺ എടുത്തു എന്ന് വെച്ചോ. ദെൻ 10000 രൂപ ലോൺ എടുക്കുമ്പോൾ അയാൾക്ക് എത്ര വർഷത്തേക്കാ ലോൺ എടുക്കുന്നത് എന്ന് ആദ്യം അയാൾ ആലോചിക്കും. അല്ലെങ്കിൽ അയാൾ ഇത്ര വർഷത്തേക്കായിരിക്കും അയാൾ ലോൺ എടുത്തിട്ടുണ്ടാവുക, അല്ലേ? ദെൻ അയാൾ ലോൺ എടുക്കുന്ന സമയത്ത് എന്തായിരിക്കും, ബാങ്ക് ഒരു ഇത്ര പെർസെൻറ്റേജ് പലിശ അയാളോട് ഈടാക്കിയിട്ടുണ്ടാവും. ഓരോ ഇയറിലും ഇത്ര പെർസെൻറ്റേജ്, 4% പലിശ നിരക്കില്, 2% പലിശ നിരക്കില്, അങ്ങനെ കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു പലിശ നിരക്കില്, ഒരു നിശ്ചിത നിരക്കില് പലിശ ഈടാക്കുന്നുണ്ടാവും. അതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. രണ്ട് രീതിയിൽ ബാങ്ക് പലിശ ഈടാക്കും. ഒന്നെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണെന്ന് ആണ്. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അതന്നെ, ഇയാള് ഒരു 10000 രൂപ കടെടുത്തു, അയാൾ ലോൺ എടുത്തു 10000 രൂപ. ഓക്കെ, ഈ 10000 രൂപയെ അയാൾ ലോൺ എടുത്ത എമൗണ്ടിനെ എന്താ പറയാ? പ്രിൻസിപ്പൽ എമൗണ്ട് എന്നാണ് പറയാ. അതാണ് പി. ഓക്കെ, പി എന്ന് പറഞ്ഞാല് പ്രിൻസിപ്പൽ എമൗണ്ട്. ദെൻ എൻ എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് ഇയേഴ്സ്. അയാൾ എത്ര കൊല്ലത്തേക്കാണോ എടുത്തത്, കൊല്ലാണ് കേട്ടോ, എത്ര കൊല്ലത്തേക്കാണോ അയാള് ഈ ലോൺ എടുത്തത്, അതാണ് N, നമ്പർ ഓഫ് ഇയേഴ്സ്. ദെൻ 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 6 എന്ന് പറഞ്ഞാല് റേറ്റ് പെർ ആനം എന്ന് പറയാം. അതായത് എത്ര പലിശ നിരക്കിലാണോ, കൊല്ലത്തേക്ക് എത്ര പലിശ നിരക്കിലാണോ അയാൾ ലോൺ എടുക്കുന്നത്, അതായിരിക്കും 6. ഈ പിയും എന്നും 6ഉം നമുക്ക് അറിയെങ്കിൽ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാൻ പറ്റും. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാൻ പറ്റും. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു PNR ഡിവൈഡഡ് ബൈ 100. ഓക്കെ, PNR ഡിവൈഡഡ് ബൈ 100 ആണ് എന്ത്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇത്ര എന്ന് കണ്ടാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് എ എന്ന് പറഞ്ഞാൽ അവസാനം ഇയാള് ലോൺ എടുത്തു എന്ന് പറഞ്ഞു. രാമു ലോൺ എടുത്തു. രാമു 10000 രൂപയാണ് ലോൺ എടുത്തത്. അപ്പൊ അയാൾ തിരിച്ചടയ്ക്കുമ്പോ 10000 അടച്ചാൽ മതിയോ? ഇല്ലല്ലോ, 10000 രൂപ അടച്ചാൽ പോരാ. അയാൾക്ക് 10000 പ്ലസ് എന്തടയ്ക്കണം? അയാൾക്ക് എത്രയാണോ സിമ്പിൾ ഇൻട്രസ്റ്റ് അത്ര വരെ വന്നത്, എത്ര കൊല്ലത്തേക്കാണോ എടുത്തത് അത്ര കൊല്ലത്തേക്ക് എത്രയാണോ ഇയാൾക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് വന്നത്, ആ ഒരു തുകയും കൂടി ഇയാൾ എന്ത് ചെയ്യേണ്ടി വരും? അടയ്ക്കേണ്ടി വരും. അപ്പൊ എന്താണ് അവസാനം അടയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു SI പ്ലസ് പി. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് പ്ലസ് എന്തടിക്കണം? പ്രിൻസിപ്പൽ എമൗണ്ട്, അയാൾ എടുത്ത തുക പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണോ അതും കൂടി. SI പ്ലസ് പി ആയിരിക്കും എന്ത് വരിക? എമൗണ്ട് വരിക. ഓക്കെ അല്ലേ? ദെൻ നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. രാമു ഇപ്പോ ചെറിയ സംഖ്യ എടുക്കാം നമുക്ക്. ഇയാള് പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ പി എന്ന് പറയുകയാണെ പി. ഇയാൾ ഒരു 1000 രൂപയാണ്. 1000 രൂപയാണ് ഇയാൾ ലോൺ എടുത്തത്. ഓക്കെ, 1000 രൂപയാണ് ഇയാൾ ലോൺ എടുത്തത്. ദെൻ ഇയാൾക്ക് ബാങ്ക് ഈടാക്കിയിരിക്കുന്ന പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ 6 അല്ലേ പലിശ നിരക്ക്? 6 ഇസ് ഈക്വൽ ടു ഒരു 10% ആണ്. ഓക്കെ, 10% ആണ്. ദെൻ എത്രയായിരിക്കും ഇൻട്രസ്റ്റ് വരിക? ഇൻട്രസ്റ്റ് എത്രയായിരിക്കും വരിക? 10% ഇൻട്രസ്റ്റ് ആണ് ഈടാക്കുന്നത്. ഓക്കെ, 10% ആണ് അയാളെ പ്രിൻസിപ്പൽ എമൗണ്ടിന് ഈടാക്കുന്നത്. അപ്പൊ 1000ന്റെ 10% എന്ന് പറഞ്ഞാൽ എത്ര? നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1000ന്റെ എത്ര പെർസെന്റേജ് കാണാന്ന് പറഞ്ഞാലും ആദ്യം നമ്മൾ എന്താ ചെയ്യാ? അതിന്റെ 1% എത്ര നോക്കുക. അതായത് 1000 ഡിവൈഡഡ് ബൈ 100 ആവുമ്പോൾ അതിന് 1% കിട്ടും, അല്ലെ? 1000 ഡിവൈഡഡ് ബൈ 100 ആവുമ്പോൾ അതിന്റെ 1% കിട്ടും. അതായത് 10 ആയിരിക്കും അതിന്റെ 1% എന്ന് പറഞ്ഞത്. ദെൻ 10% എത്രയാണ്? 10% എന്ന് പറഞ്ഞാൽ 10 into 10 that is 100. ഓക്കെ, ദെൻ 100 ആണ് അയാൾക്ക് എന്ത് വരുന്നത്? ഇൻട്രസ്റ്റ് വരുന്നത് ഒരു ഇയറിലേക്ക്.
ഓക്കെ 100 ആണ് അയാൾക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പൊ അയാൾ ആ കൊല്ലം തന്നെ ആ എമൗണ്ട് തിരിച്ചടിച്ചു. ഓക്കെ, ആ കൊല്ലം തന്നെ അയാൾ ആ എമൗണ്ട് തിരിച്ചടിച്ചു. അപ്പൊ ഇയാൾക്ക് ഈ ഒരു കൊല്ലത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് മാത്രമേ അടയ്ക്കേണ്ടി വരുന്നുള്ളൂ. അപ്പൊ ആകെ എത്ര എമൗണ്ട് അടയ്ക്കേണ്ടി വരും? അയാൾ എടുത്ത 10,000, രാമു എടുത്ത 10,000 പ്ലസ് എന്ത് സിമ്പിൾ ഇൻട്രസ്റ്റ് 100, 1100 രൂപ അടയ്ക്കേണ്ടി വരും. അയാൾ ആ ഒരു കൊല്ലം തന്നെ തിരിച്ചടക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ 1100 രൂപയാണ് ആ കൊല്ലം തന്നെ അടയ്ക്കുകയാണെങ്കിൽ അയാൾ തിരിച്ചടക്കേണ്ട തുക. പോട്ടെ, ഇനിയിപ്പോ ഇയാൾ ആ കൊല്ലം തിരിച്ചടച്ചില്ല, ആ കൊല്ലവും തിരിച്ചടച്ചില്ല. അപ്പൊ അയാളിൽ അപ്പോഴും എത്ര ഉണ്ട്? 1000 രൂപയുണ്ട്. ദെൻ അടുത്ത കൊല്ലം അയാൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും വരിക? 2 കൊല്ലമാകുമ്പോ എത്ര സിമ്പിൾ ഇൻട്രസ്റ്റ് വരിക? പിന്നെയും വരും. അടുത്ത കൊല്ലത്തേക്ക് 100 രൂപ പിന്നെയും വരും. അടുത്ത കൊല്ലത്തേക്കും 100 രൂപ വരും അല്ലെ? 1000ന്റെ 10% ആണ് നമുക്ക് പലിശ നിരക്ക് എന്ന് പറഞ്ഞു. അപ്പൊ 100 രൂപ പിന്നെയും വന്നു. 1000ന്റെ 10% എന്ന് പറഞ്ഞാൽ 100 രൂപ. ദെൻ അയാൾ ആ കൊല്ലം, രണ്ടാമത്തെ കൊല്ലം അയാൾ തിരിച്ചടച്ചു. അപ്പൊ എത്ര രൂപ അയാൾ തിരിച്ചടക്കേണ്ടി വരും? 1000 പ്ലസ് ആദ്യത്തെ കൊല്ലത്തെ പലിശ പ്ലസ് രണ്ടാമത്തെ കൊല്ലത്തെ പലിശ. ആദ്യത്തെ കൊല്ലത്തെ ഇൻട്രസ്റ്റ് 100, 1000 പ്ലസ് ആദ്യത്തെ കൊല്ലത്തെ 100 പ്ലസ് രണ്ടാമത്തെ കൊല്ലത്തെ 100, അതായത് 1200 രൂപ അയാൾ അടയ്ക്കേണ്ടി വരും. ഓക്കെ, 1200 രൂപ അയാൾ അടയ്ക്കേണ്ടി വരും. ദെൻ പോടെ, ആ കൊല്ലം അയാൾ അടച്ചില്ല. മൂന്നാമത്തെ കൊല്ലം അയാൾ അടച്ചില്ല. അപ്പോഴും പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര തന്നെ ആയിരിക്കും? 1000 തന്നെ ആയിരിക്കും. പ്രിൻസിപ്പൽ എമൗണ്ട് 1000 തന്നെ ആയിരിക്കും. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ് എത്ര ആയിരിക്കും? 1000ന്റെ 10%. അത് എത്രയാണ്? 100. ഓക്കെ, ദെൻ മൂന്നാമത്തെ കൊല്ലം അയാൾ തിരിച്ചടച്ചു. അപ്പൊ എത്ര ആയിരിക്കും? 1000 പ്ലസ് അയാളെ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ആദ്യത്തെ കൊല്ലത്തെ ഇൻട്രസ്റ്റ് പ്ലസ് രണ്ടാമത്തെ കൊല്ലത്തെ ഇൻട്രസ്റ്റ് പ്ലസ് മൂന്നാമത്തെ കൊല്ലത്തെ ഇൻട്രസ്റ്റ്, അതായത് 1300 രൂപ. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് ഇങ്ങനെയാണ് വരുന്നത്. അതായത് എന്തായിരിക്കും? പ്രിൻസിപ്പൽ എമൗണ്ട്, നിങ്ങൾ കണ്ടോ, പ്രിൻസിപ്പൽ എമൗണ്ട് എപ്പോഴും ഈക്വൽ ആണ്. പ്രിൻസിപ്പൽ എമൗണ്ട് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, എപ്പോഴും 1000 ആണ്, അതിൽ കൂടുന്നില്ല പ്രിൻസിപ്പൽ എമൗണ്ട് എപ്പോഴും എന്താണ്? ഈക്വൽ ആയിരിക്കും. ഓക്കെ, പ്രിൻസിപ്പൽ എമൗണ്ട് ഈക്വൽ ആണ്. ദെൻ ഇൻട്രസ്റ്റ് എന്താണ്? ഇൻട്രസ്റ്റ് ഇങ്ങനെ തന്നെയാണ് വരിക. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണോ അതിനനുസരിച്ചാണല്ലോ ഇൻട്രസ്റ്റ് വരിക. അപ്പൊ പ്രിൻസിപ്പൽ എമൗണ്ട് ഈക്വൽ ആകുമ്പോൾ ഇൻട്രസ്റ്റും ഈക്വൽ ആയിരിക്കും. അത് നോക്കണ്ട. ദെൻ എമൗണ്ട് നോക്കിക്കേ. ഫസ്റ്റ് 1100, രണ്ടാമത്തത് 1200 ആൻഡ് മൂന്നാമത്തത് 1300. 100 രൂപ ഇങ്ങനെ കൂടി വരികയാണ് അല്ലെ? അപ്പൊ എന്തായിരിക്കും ഈ എമൗണ്ട് എന്ന് പറയുന്നത്, അവസാനം അടയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് യൂണിഫോം ആയിട്ടാണ് കൂടി വരിക. ഒരേ സംഖ്യ ഇങ്ങനെ കൂടി വരിക ചെയ്യുക. അതിൽ ഇൻട്രസ്റ്റിൽ കൂടുതൽ അല്ലെങ്കിൽ കുറവൊന്നും ഉണ്ടാവില്ല. ഒരേ സംഖ്യ ഇങ്ങനെ കൂടി വരിക ചെയ്യുക. അപ്പൊ യൂണിഫോംലി ഇൻക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുക എന്ത്? എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? പ്രിൻസിപ്പൽ എമൗണ്ട് ഈക്വൽ ആയിരിക്കും. പ്രിൻസിപ്പൽ എമൗണ്ട് ഈക്വൽ ആണ്. ദെൻ എമൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? യൂണിഫോംലി ഇങ്ങനെ കൂടി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ രണ്ട് പ്രത്യേകത ആണ് എന്തിനുള്ളത്? നമ്മളെ സിമ്പിൾ ഇൻട്രസ്റ്റിനുള്ളത്. ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? PNR ഡിവൈഡഡ് ബൈ 100. ദെൻ A ഈക്വൽ ടു എന്താണ്? SI പ്ലസ് P, പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് SI. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ദെൻ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, വാട്ട് വിൽ ബി ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഏൺഡ് ഓൺ എൻ എമൗണ്ട് ഓഫ് 22,000 ഇൻ 8 months at 8 into 1/4% per annum? Okay, what will be the simple interest? Simple interest ആണ് നമ്മളോട് ചോദിച്ചത്. Then amount of 22,000. എത്ര ആണ് പ്രിൻസിപ്പൽ എമൗണ്ട്? 22,000 ആണ് പ്രിൻസിപ്പൽ എമൗണ്ട്. That is P is equal to 22,000 ആണ്. Okay, P is equal to 22,000 ആണ്. Then 8 monthsനേക്കാണ് അയാൾ എടുത്തത്. 8 months. പക്ഷെ നമ്മൾ പറഞ്ഞ നമ്പർ ഓഫ് ഇയേഴ്സ് അല്ലേ? N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആ, നമ്പർ ഓഫ് മന്ത്സ് അല്ല. നിങ്ങൾ ആലോചിക്കണം, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, നമ്പർ ഓഫ് മന്ത്സ് അല്ല. അപ്പൊ നിങ്ങൾക്ക് നമ്പർ ഓഫ് മന്ത്സ് ആണ് തന്നിട്ടുള്ളത് എങ്കിൽ പേടിക്കണ്ട. എന്താ ചെയ്യണ്ടേ? നമുക്ക് ഒരു ഇയറിൽ എത്ര മാസങ്ങളുണ്ട്? 12 മാസങ്ങളല്ലേ? അപ്പൊ നമ്മൾ എന്താണ് എഴുതേണ്ടത്? നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ 8/12 എന്ന് എഴുതാം. 9 മാസമാണ് 9/12, 10 മാസമാണ് 10/12, 12 മാസമാണ് പിന്നെ ഒരു കൊല്ലം. ഓക്കെ, ദെൻ N കിട്ടി. ദെൻ 6 എത്രയാണ്?
R is equal to 8 into 1/4% ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് തന്നത്. ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാൻ പറഞ്ഞു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ. ഓക്കെ, അപ്പൊ എത്ര ആയിരിക്കും സിമ്പിൾ ഇൻട്രസ്റ്റ്? സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ എങ്ങനെ കാണാന്നാ പറഞ്ഞത്? PNR ഡിവൈഡഡ് ബൈ 100 ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റിന് SI നമുക്ക് എഴുതുകയാണെങ്കിൽ SI is equal to PNR ഡിവൈഡഡ് ബൈ 100 അല്ലെ? PNR ഡിവൈഡഡ് ബൈ 100 ആയിരിക്കും. ദെൻ P ഈക്വൽ ടു എത്രയാണ്? 22,000 ആണ്. ആൻഡ് N ഈക്വൽ ടു എത്രയാണ്? 8/12 ആണ്. ആൻഡ് R ഈക്വൽ ടു 8 into 1/4 ഡിവൈഡഡ് ബൈ 100. ഫസ്റ്റ് നമുക്ക് സീറോനെ കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. സീറോനെ കട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ 0 0 ഇവിടെയും കട്ട്, ഇവിടെയും കട്ട്. ദെൻ എത്രയാവും? 220 into 8/12 നമുക്ക് എങ്ങനെ എഴുതാം? 8ൽ എത്ര 4 ഉണ്ട്? 2 അല്ലേ? ആൻഡ് 12ൽ എത്ര 4 ഉണ്ട്? 3 അല്ലേ? 2/3 എന്ന് എഴുതാം. ദെൻ 8 into 1/4 ഇതെങ്ങനെ എഴുതാ അറിയോ? 8 into 1/4 എങ്ങനെ എഴുതാന്ന് പഠിച്ചിട്ടുണ്ടോ? 8 into 1/4 കണ്ടാൽ ഈ രണ്ട് സംഖ്യകളും തമ്മിൽ ഇൻറ്റു ചെയ്യുക. ആൻഡ് ഈ രണ്ട് സംഖ്യകളും തമ്മിൽ പ്ലസ് ചെയ്യുക. ദെൻ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഏത് സംഖ്യയാണോ വരുന്നത് അത്. അതായത് 4 into 8 plus 1 divided by 4. അതായത് എത്ര ആയിരിക്കും? 8 into 4 32 plus 1/4. That is 33/4 ആയിരിക്കും. 8 into 1/4 എന്ന് പറഞ്ഞാൽ 33 divided by 4 ആയിരിക്കും. ഓക്കെ, 33 divided by 4. അപ്പൊ 33 divided by 4 എന്ന് എഴുതാം. ഓക്കെ, ദെൻ എങ്ങനെ? 3ൽ ഒരു 3, ഇവിടെ 11 3 അല്ലേ? 11 3. ഓക്കെ, ദെൻ ഇവിടെ ഒരു 2, ഇവിടെ 2 2 അല്ലേ? ദെൻ 220 into 11/2 ആയി. ദെൻ ഇവിടെ ഒരു 2, ഇവിടെ 11 2. ദെൻ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത് എത്രയ്ക്കും? 110 into 11 1 ചെയ്ത് നോക്കിയേ. 1210 കിട്ടിയോ? 1210 കിട്ടിയോ? അത്ര ആയിരിക്കും നമുക്ക് വരിക. ഓക്കെ, 1210 ആണ് എന്ത് വരുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് വരുന്നത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യനിൽ ഉണ്ടോ നോക്കിയേ, ഓപ്ഷൻ ഉണ്ടോ? യെസ്. ഓക്കെ, 1210. ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. എമൗണ്ട് എത്ര ആയിരിക്കും അയാൾ തിരിച്ചടക്കേണ്ട എമൗണ്ട്? അയാൾ ഈ ലോൺ എടുത്ത് എത്ര ഇയറിനേക്കാണ് അയാൾ എടുത്തത്? 8 മാസത്തേക്കാണ് എടുത്തത്. 8 മാസത്തിന് ശേഷം അയാൾ എത്ര അടയ്ക്കേണ്ടി വരും? അവസാനം എത്ര അടയ്ക്കേണ്ടി വരും? നമ്മൾ പറഞ്ഞിട്ടുണ്ട് A is equal to SI plus P ആണ്. പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര ആണോ വന്നത് അത്രയും. അതായത് SI plus P പറയുമ്പം 1210 പ്ലസ് 22,000. ഒന്ന് നോക്കിയേ, നമ്മൾ പ്ലസ് ചെയ്ത് നോക്കാം. 1210 0 1 2 3 കെ 23,210 രൂപ അടയ്ക്കേണ്ടി വരും അല്ലേ? അത്രയും തുകയായിരിക്കും അയാൾ എന്തടയ്ക്കേണ്ടത്? അവസാനം തിരിച്ചടക്കേണ്ട തുക എന്ന് പറഞ്ഞാൽ അത്ര ആയിരിക്കും. സിമ്പിൾ ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പൽ എമൗണ്ട്. ഇത്രയും ആണ് നമുക്ക് എന്തിൽ നോക്കാനുള്ളത്? സിമ്പിൾ ഇൻട്രസ്റ്റിൽ നോക്കാനുള്ളത്. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമുക്ക് ഇത്രയാണ് നോക്കാനുള്ളത്. ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ നോക്കി വെക്കുക. എന്നിട്ട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇക്വേഷൻ നോക്കി വെച്ചാൽ നമുക്ക് ആദ്യം നമ്മൾ കാണേണ്ടി വരും A ആയിരിക്കും. നേരത്തെ നമ്മൾ നേരെ SI കണ്ടു അല്ലേ? അല്ല, നേരെ SI കണ്ടു. ഇവിടെ നേരെ CI കാണണേ A minus P ആണ് CI. അപ്പൊ നമ്മൾ ആദ്യം A കാണേണ്ടി വരും. A എന്ന് പറഞ്ഞാൽ P into 1 plus R by 100 whole raised to n ആണ്. 1 plus P into 1 plus R by 100 whole raised to n. Then A കണ്ടാൽ CI equal to A minus P ആയിരിക്കും. A എന്ന് പറഞ്ഞാൽ നമ്മൾ അവസാനം തിരിച്ചടക്കേണ്ട തുക. A minus P എന്ന് പറഞ്ഞാൽ എന്താണ്? A എന്ന് പറഞ്ഞാൽ അവസാനം തിരിച്ചടക്കേണ്ട തുക. Then P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലേ? ഇതിൽ എന്തൊക്കെ ആയിരിക്കും ഈ ടേം ഒക്കെ നോക്കി? A എന്ന് പറഞ്ഞാൽ എമൗണ്ട്, P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട്, R എന്ന് പറഞ്ഞാൽ റേറ്റ്, N എന്ന് പറഞ്ഞാൽ
നമ്പർ ഓഫ് ഇയേഴ്സ്. നേരത്തെ PNR ഡിവൈഡഡ് ബൈ 100 വന്ന ടേംസ് തന്നെയാണ് വരുന്നത്, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് തിരിച്ചിട്ടു അല്ലെ. അപ്പൊ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കാണാൻ പറഞ്ഞത് എങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ എമൗണ്ട് കാണണം. തിരിച്ചടച്ച തുക കണ്ടിട്ടാണ് നമ്മൾ പിന്നെ എന്ത് കാണുന്നത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുന്നത്. തിരിച്ചടച്ച തുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? P × 1 + R/100 ഹോൾ റേസ് ടു n ആണ് എ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ എങ്ങനെയാണ് CI കാണുക? CI = A - P ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുന്നത്. ദെൻ എന്താണ് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് നോക്കാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമുക്ക് നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ തന്നെ എടുത്തു നോക്കാം. നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് P പറഞ്ഞിരുന്നു. പിന്നെ അടുത്തത് ഇൻട്രസ്റ്റ്. ദെൻ അടുത്തത് എന്താണ് പറഞ്ഞിരുന്നത്? ലാസ്റ്റ് അടയ്ക്കേണ്ട എമൗണ്ട്. രാമു എത്ര രൂപയായിരുന്നു ലോൺ എടുത്തത്? 1000 രൂപ അല്ലേ? 1000 രൂപയാണ് അയാൾ ലോൺ എടുത്തത്. ദെൻ അന്ന് ആ എക്സാമ്പിളിൽ എത്രയായിരുന്നു പലിശ നിരക്ക് നമ്മൾ പറഞ്ഞത്? 10% അല്ലേ? അപ്പൊ R = 10%. ഓക്കെ, ദെൻ ആദ്യത്തെ ഇയറിലെ പലിശ എന്ന് പറഞ്ഞാൽ 10% ആണ് പലിശ നിരക്ക്. 1000 ആണ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. ദെൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1000ന്റെ 10% എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 100 ആയിരിക്കും. ദെൻ അവസാനം ആ ഒരു ഇയർ തന്നെ, ആ ഒരു കൊല്ലം തന്നെ ഇയാൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എത്ര അടച്ചാൽ മതി? 1000 + ആദ്യത്തെ വർഷത്തെ പലിശ എത്രയായിരിക്കും? 100. 1100 അടച്ചാൽ മതി. ദെൻ ആ കൊല്ലം അയാൾ തിരിച്ചടച്ചില്ല. ദെൻ അയാൾ രണ്ടാമത്തെ കൊല്ലം അയാൾ കയ്യിൽ വെച്ചു. അപ്പൊ എത്രയാണ് അയാളെ പ്രിൻസിപ്പൽ എമൗണ്ട്? അപ്പൊ അയാളെ പ്രിൻസിപ്പൽ എമൗണ്ട് വരുന്നത് എന്ന് വെച്ചാൽ 1100 ആയിരിക്കും. മാറ്റം മനസ്സിലായോ? നേരത്തെ എമൗണ്ട് നമുക്ക് അവസാന എമൗണ്ട് മാറുന്നെങ്കിലും ഈ പ്രിൻസിപ്പൽ എമൗണ്ട് എപ്പോഴും ഈക്വൽ ആയിരുന്നു അല്ലെ? പ്രിൻസിപ്പൽ എമൗണ്ട് എപ്പോഴും ഈക്വൽ ആയിരുന്നു. ഇവിടെ പക്ഷേ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എമൗണ്ട് ആയിരിക്കും ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് രണ്ടാമത്തെ ഇയർ വരിക. അപ്പൊ 1100 ആയിരിക്കും രണ്ടാമത്തെ ഇയർ ഇയാളെ കയ്യിലുള്ള പ്രിൻസിപ്പൽ എമൗണ്ട് കണക്ക് വെക്കുക. അങ്ങനെ ആയിരിക്കും ബാങ്കുകാർ വെക്കുക. ഓക്കെ, കൂട്ടുപലിശ മീൻസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓക്കെ, ദെൻ 1100ന്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയായി? 110 രൂപ ആയി ഇൻട്രസ്റ്റ്. പിന്നെയും കൂടിയല്ലോ. 110 രൂപയായി. ദെൻ എത്രയായിരിക്കും അയാൾ തിരിച്ചടക്കേണ്ടത്? 1210 രൂപ അയാൾ തിരിച്ചടക്കേണ്ടി വരും അല്ലെ? 1210. ദെൻ അയാൾ രണ്ടാമത്തെ കൊല്ലവും തിരിച്ചടച്ചില്ല. രണ്ടാമത്തെ കൊല്ലവും അയാൾ കയ്യിൽ തന്നെ വെച്ചു. മൂന്നാമത്തെ കൊല്ലവും അയാളെ കയ്യിൽ തന്നെ ഉണ്ട് പൈസ. അപ്പൊ എന്താണ്? അടുത്ത കൊല്ലം അയാളെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര ആയിരിക്കും? അടുത്ത കൊല്ലം അയാളെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1210 ആയിരിക്കും. 1000 അല്ല, 1210 ആയിരിക്കും. ഈ ഒരു എമൗണ്ട് ആയിരിക്കും ഇയാളെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് വരിക. ഓക്കെ, ദെൻ അയാളെ ഇൻട്രസ്റ്റ് എത്ര ആയിരിക്കും? ആ കൊല്ലത്തെ ഇൻട്രസ്റ്റ് 1210ന്റെ 10%. 1210ന്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 121. ദെൻ 1210ന്റെ 10% 121. ദെൻ ഇത് പ്ലസ് എത്രയായിരിക്കും എമൗണ്ട്? അയാൾ തിരിച്ചടക്കേണ്ട എമൗണ്ട് എത്രയാണ്? 1331. 1331 രൂപ അയാൾ മൂന്നാമത്തെ വർഷം തിരിച്ചടക്കേണ്ടി വരും. ഓക്കെ, അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂട്ടുപലിശയിൽ എന്താണ് സംഭവിക്കുന്നത്? കൂട്ടി വരികയാണ് പലിശ അല്ലെ? പ്രിൻസിപ്പൽ എമൗണ്ട് ആയിക്കോട്ടെ കൂടി വരികയാണ്. കൊല്ലം കൂടുന്നതിനനുസരിച്ച് എന്താണ്? കൂടി വരികയാണ് അല്ലെ? അപ്പൊ അവസാനം എത്തുമ്പോഴത്തെ രാമു ഒരു ഭാഗമാവും അല്ലെ? ആദ്യം 1000 ആയിരുന്നു പ്രിൻസിപ്പൽ എമൗണ്ട്, അത് 1100 ആയി. ദെൻ 1210 ആയി. നോക്കിയേ എമൗണ്ട് നോക്കിയേ, 1100 ആയിരുന്നു ആദ്യം. ദെൻ 1210 ആയി. ദെൻ 1331 ആയി അല്ലെ? അങ്ങനെ കൂടി വരികയാണ് എന്തില്? കൂട്ടുപലിശ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റില്. ഓക്കെ, അതും എന്താണ്? നമ്മൾ നേരത്തെ കണ്ടതിൽ യൂണിഫോംലി ആയിട്ടായിരുന്നു എന്ത് കൂടിയത്? എമൗണ്ട് കൂടിയിരുന്നത്. 100 രൂപ കൂടി, പിന്നെയും 100 രൂപ കൂടി, പിന്നെയും 100 രൂപ കൂടി, അങ്ങനെയായിരുന്നു വന്നത് സിമ്പിൾ ഇൻട്രസ്റ്റില്. ഇത് യൂണിഫോംലി ആണോ ഇൻക്രീസ് ചെയ്ത് വരുന്നത്? അല്ലല്ലോ. ആദ്യം 100 രൂപ കൂടി, ദെൻ 110 രൂപ കൂടി, ദെൻ 121 രൂപ കൂടി, അങ്ങനെയാണ് ഇൻക്രീസ് ചെയ്ത് വരുന്നത്. ഓരോ കൊല്ലം കൂടുമ്പോൾ എന്താണ്? ഇൻട്രസ്റ്റ് കൂടി വരികയാണ് അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെ ഇങ്ങനെ പോവാണെങ്കിൽ നമ്മൾ കുയിൽ ചാടും അല്ലേ?
ദെൻ അപ്പൊ നമ്മള് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെയാണെന്ന് പഠിച്ചു. നമുക്കിനി ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ 1000 in 2 years at 10% per annum. ഓക്കെ, ഇത് നേരത്തെ ചെയ്ത എക്സാമ്പിൾ തന്നെ ക്വസ്റ്റ്യനിലൂടെ ചോദിച്ചതാണ്. അപ്പോ 1000 ആണ് അയാളെ എന്ത്, 1000 ആണ് അയാളെ പ്രിൻസിപ്പൽ എമൗണ്ട്, 1000 ആണ് അയാളെ പ്രിൻസിപ്പൽ എമൗണ്ട് പി. ആൻഡ് എന്താണ് 2 ഇയേഴ്സിനാണ്, 2 ആണ് എൻ. ആൻഡ് 10% per annum ആണ്, 10% ആണ് അയാളുടെ എന്ത് 6. അപ്പൊ നമ്മൾ പറഞ്ഞു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കാണും, എമൗണ്ട് ആ കാണുക. എ ഇസ് ഈക്വൽ ടു എന്താണ്, പി ഇൻറ്റു 1 + r/100 ഹോൾ റേസ് ടു ക്യാപിറ്റൽ എൻ. ദെൻ എ കണ്ടാൽ സി ഐ എന്തായിരിക്കും, എ മൈനസ് പി ആണെന്നും പറഞ്ഞു, എ മൈനസ് പി ആണെന്ന്. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം നമുക്ക്. പി എന്ന് പറഞ്ഞാൽ 1000, 1 + r എന്ന് പറഞ്ഞാൽ 10 ഡിവൈഡഡ് ബൈ 100, 0 0 കട്ട് 2. ദെൻ എന്താണ് 1000 ഇൻറ്റു 10 ഇൻറ്റു 1, 10 + 1 11/10 കിട്ടും, 11/10 ഹോൾ സ്ക്വയർ കിട്ടും അല്ലെ, 11/10 ഹോൾ സ്ക്വയർ. ദെൻ എന്തായിരിക്കും 1000, 11ന്റെ സ്ക്വയർ എത്രയായിരിക്കും, 11ന്റെ സ്ക്വയർ 121 ഡിവൈഡഡ് ബൈ 10ന്റെ സ്ക്വയർ 100 അങ്ങനെ വരും. ദെൻ പിന്നെ ഈ 0 0 കട്ട്, ഈ 0 0 കട്ട്, 121 ഇൻറ്റു 10, 121 ഇൻറ്റു 10 എത്രയാണ്, 1210 അല്ലെ, 1210 കിട്ടും. അത് എമൗണ്ട് കിട്ടി, എത്രയാണ് തിരിച്ചടക്കേണ്ടതെന്ന് കിട്ടി. ദെൻ എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എ മൈനസ് പി ആയിരിക്കും. അതായത് എമൗണ്ട് എ എന്ന് പറഞ്ഞാൽ 1210 മൈനസ് പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട്, പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ് 1000. ഓക്കെ, 1000, 1210 മൈനസ് 1000 അത് എത്ര ആയിരിക്കും, 210. അപ്പൊ നമ്മളെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണ്, 210 അല്ലെ, 210 ആണ് നമ്മളെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇത് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നില്ലേ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതിപ്പോ നമ്മളിപ്പോ ആദ്യം എ കണ്ടു, എ എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു 1 + r/100 ഹോൾ റേസ് ടു എൻ. ദെൻ നമ്മൾ സി ഐ കാണണം, അതിന് എ മൈനസ് പി ചെയ്യണം. അതിപ്പോ വലിയ വലിയ സംഖ്യകൾ വലുതാവുന്നതിനനുസരിച്ച് ഇത് കാണാനുള്ള ബുദ്ധിമുട്ടും കൂടി വരും അല്ലേ. പക്ഷെ നമുക്ക് അതിനും പരിഹാരമുണ്ട്. നമുക്ക് വേറൊരു ട്രിക്ക് നോക്കാം. 210 കറക്റ്റ് ആട്ടോ, ഇവിടെ ഫസ്റ്റത്തെ ഓപ്ഷനാ. വേറൊരു ട്രിക്ക് നോക്കാം. നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ ചോദിച്ചു. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പിരമിഡ് വരച്ചു വെക്കുക. പിരമിഡ് എന്ന് പറഞ്ഞാൽ നമ്പർ പിരമിഡ് ആട്ടോ നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. എല്ലാവരും നോക്കിക്കേ, നമ്പർ പിരമിഡാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അതിലെന്ന് പറഞ്ഞാൽ വരയ്ക്കുന്നത് നോക്കിക്കോ. ആദ്യം 1 1 ഇത് ഓക്കെ. ദെൻ പിന്നെ ഈ രണ്ട് സൈഡിലും എപ്പോഴും 1 ആയിരിക്കണം. ഓക്കെ, രണ്ട് സൈഡിലും എപ്പോഴും 1. ദെൻ ഇത് രണ്ടും കൂട്ടിയത് 1 + 1 2. ദെൻ നമ്മൾ രണ്ട് സൈഡിലും 1 ഇട്ട് കൊടുക്കും. ഇത് രണ്ടും കൂട്ടിയാൽ 3 ആൻഡ് ഇത് രണ്ടും കൂട്ടിയാൽ 3. ഇനി നമ്മൾ ഈ രണ്ട് സൈഡിലും 1 ഇട്ട് കൊടുക്കും. ഇത് രണ്ടും കൂട്ടിയാൽ 4, ഇത് രണ്ടും കൂട്ടിയാൽ 6, ഇത് രണ്ടും കൂട്ടിയാൽ 4. ദെൻ പിന്നെ നമ്മൾ 1 ഇട്ട് കൊടുക്കും, 1 ഇട്ട് കൊടുക്കും. ദെൻ ഇത് രണ്ടും കൂട്ടിയാൽ 5, ഇത് രണ്ടും കൂട്ടിയാൽ 10, ഇത് രണ്ടും കൂട്ടിയാൽ 10 ആൻഡ് ഇത് രണ്ടും കൂട്ടിയാൽ 5. അങ്ങനെ പിരമിഡ് വരച്ചു പോവാം. ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റൂലേ. 1 ഇട്ട് കൊടുക്കുക, എപ്പോഴും രണ്ട് സൈഡിൽ 1 ആയിരിക്കും വരിക. ദെൻ ഇതിന്റെ നടുവിൽ വരുന്ന സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ രണ്ടെണ്ണം കൂട്ടിയതാണ്. സിമ്പിൾ അല്ലേ വരയ്ക്കാൻ, സിമ്പിൾ ആയിട്ട് നമുക്ക് വരച്ചു വെച്ചൂടെ ഇല്ലേ, സിമ്പിൾ ആയിട്ട് നമുക്ക് വരച്ചു വെക്കാവുന്നതേ ഉള്ളൂ. ദെൻ ഇത് വെച്ചിട്ടാണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ആൻസർ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത് ഇത് വെച്ചിട്ടാണ്. ദെൻ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു തന്നത്, പ്രിൻസിപ്പൽ എമൗണ്ട് P = 1000 ആണ് തന്നിട്ടുണ്ട്. 6 എന്ന് പറഞ്ഞാൽ എന്താണ്, 10 ആണ് തന്നിട്ടുണ്ട്. ദെൻ എത്രയായിരുന്നു, ഇയേഴ്സ്, N എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ആണ്. ഇതായിരുന്നു നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ 2 ഇയേഴ്സ് ആണെങ്കിൽ 2 ഇയർ ആണ് ഇതിലത്തെ രണ്ടാമത്തെ ലൈനാണ് കൺസിഡർ ചെയ്യേണ്ടത്.
3 ഇയർ ആണേ മൂന്നാമത്തെ ലൈന് കൺസിഡർ ചെയ്യുക, 4 ഇയർ ആണേ നാലാമത്തെ ലൈന് കൺസിഡർ ചെയ്യുക, 5 ഇയർ ആണേ അഞ്ചാമത്തെ ലൈന് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോ 3 ഇയർ ആയതുകൊണ്ട് അതിൽ 2 ഇയർ ആയതുകൊണ്ട് ഇതിൽ രണ്ടാമത്തെ ലൈനാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. രണ്ടാമത്തെ ലൈൻ ഇങ്ങോട്ട് എടുത്ത് എഴുതിയൊക്കെ 1 2 1 1 2 1. അതിൽ ആദ്യം നമ്മൾ 1ന്റെ താഴെ നമ്മളെ പ്രിൻസിപ്പൽ എമൗണ്ട് എഴുതുക 1000. ഓക്കെ, ദെൻ രണ്ടാമത്തെ ലൈനിൽ 1000ന്റെ 10% റേറ്റ് 10%. 1000ന്റെ 10% എത്രയാണെന്ന് എഴുതുക. 1000ന്റെ 10% എത്രയാണ്? 100 അല്ലെ? 1000ന്റെ 10% 100. ദെൻ മൂന്നാമത്തേൽ നമ്മൾ എന്ത് ചെയ്താ? ഈ 100ന്റെ പിന്നത്തെ 10%. 100ന്റെ 10% എത്രയാണ്? 10. ഓക്കെ, ആദ്യം പ്രിൻസിപ്പൽ എമൗണ്ട് ചെയ്താ എത്രയാണോ റേറ്റ് പറഞ്ഞത്, എത്ര പെർസെന്റേജ് ആണോ പറഞ്ഞത്, ആ പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ ആ പെർസെന്റേജ് അടുത്തതിൽ എഴുതുക. ദെൻ പിന്നെ അതിന്റെ ആ 10% അടുത്തതിൽ എഴുതുക. അങ്ങനെ എഴുതുക. ഇനി എത്ര ഉണ്ടോ അത്രയും എഴുതി ഇങ്ങനെ 10% പറഞ്ഞ് കണ്ടുവെക്കുക. ഇവിടെ ആകെ എന്താണ് 2 ഇയറിനേക്കാണ് എടുത്തത്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ലൈനാണ് കൺസിഡർ ചെയ്തത്. അപ്പൊ ഇങ്ങനെ എഴുതുക. ദെൻ നമ്മൾ ജസ്റ്റ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കാം. 1000, ദെൻ ഇത് 200, ദെൻ ഇവിടെ 10. ഇനി നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെയാ നോക്കുന്നതെന്ന് വെച്ചാൽ CI എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും എന്നറിയോ? ഇതിൽ ആദ്യത്തെ ഈ പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ ഈ എമൗണ്ട് ഒഴിവാക്കുക. ഈ പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ നേരെ വരുന്ന ഈ ലൈന് ഒഴിവാക്കുക, ഈ സംഖ്യ. പിന്നെ എത്ര സംഖ്യ വരുന്നുണ്ടോ ആ സംഖ്യ ഒക്കെ കൂട്ടി വരിക. ഓക്കെ, ഇവിടെ ആകെ ഈ 2 സംഖ്യകളെ വരുന്നുള്ളൂ. അപ്പൊ ഈ 2 സംഖ്യ കൂട്ടുക, 210. ഇവിടെ കുറെ സംഖ്യകൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടിയേക്കും കൂട്ടുക. ആദ്യത്തെ ലൈൻ ഒഴിവാക്കുക, ആദ്യത്തെ സംഖ്യ ഒഴിവാക്കുക, എന്നിട്ട് അതിന്റെ ബാക്കി വരുന്ന സംഖ്യകൾ എന്താക്കുക? നമ്മൾ കൂട്ടുക. അതായിരിക്കും നമ്മളെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണുക. ദെൻ നമ്മളോട് ചോദിച്ചു ഡിഫറൻസ് എത്രയാണെന്ന്. ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചു. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇയാളിപ്പോ രാമു തന്നെ ആയിക്കോട്ടെ, രാമു 1000 രൂപ സിമ്പിൾ ഇൻട്രസ്റ്റിൽ എടുത്തു. ഓക്കെ, അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എടുത്തു. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എടുക്കുമ്പോഴുള്ള അയാൾ അടയ്ക്കേണ്ട തുകയും സിമ്പിൾ ഇൻട്രസ്റ്റിൽ എടുക്കുമ്പോൾ അയാൾ അടയ്ക്കേണ്ട തുകയും തമ്മിലുള്ള വ്യത്യാസം, അയാൾ അടയ്ക്കേണ്ട വ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചു. മനസ്സിലായോ? ഒന്നുകൂടി പറഞ്ഞുതരാ. രാമു ഇപ്പോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് അയാൾ ലോൺ എടുത്തത് 1000 രൂപ. അങ്ങനെ എടുക്കുകയാണെങ്കിലും സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് ലോൺ എടുക്കുന്നത് 1000 രൂപ എങ്കിലും അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ആ സിമ്പിൾ ഇൻട്രസ്റ്റ് എടുക്കുമ്പോഴുള്ള ആകെ തിരിച്ചടക്കേണ്ട എമൗണ്ടും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് എടുക്കുമ്പോൾ തിരിച്ചടക്കേണ്ട തുകയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചാൽ എന്താണെന്ന് അറിയോ? ആദ്യത്തെ 2 സംഖ്യ ഒഴിവാക്കുക, പിന്നെ മൂന്നാമത്തെ 3 ഇങ്ങോട്ട് വരുന്ന സംഖ്യകൾ കൂട്ടുക. ഇവിടെ 3 അങ്ങോട്ട് പറഞ്ഞാൽ ആകെ 1 വരുന്നുള്ളൂ. അപ്പൊ ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 10 ആയിരിക്കും. ഓക്കെ, ഇവിടെ 3 സംഖ്യകൾ മാത്രമേ ഉള്ളൂ. 3 സംഖ്യകൾ ഉള്ളതുകൊണ്ട് 2 സംഖ്യ ആദ്യത്തെ ഒഴിവാക്കി മൂന്നാമത്തെ സംഖ്യ മുതലുള്ള ഇങ്ങോട്ടുള്ളതാണ് എന്താക്കേണ്ടത്? നമ്മൾ പ്ലസ് ചെയ്യേണ്ടത്. ഇവിടെ ആകെ ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ, കൂട്ടാനൊന്നുമില്ല. അപ്പൊ 10 എഴുതാം. അപ്പൊ നമ്മൾ CI ഇതിൽ നിന്ന് കണ്ടുപിടിച്ചു, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു, D കണ്ടുപിടിച്ചു, ഡിഫറൻസ് കണ്ടുപിടിച്ചു. ദെൻ എന്താണ് നമ്മൾ എന്താ ഇനി കണ്ടുപിടിക്കാൻ പറ്റുക? ഇനി നമുക്ക് എമൗണ്ടിൽ നിന്ന് കണ്ടുപിടിക്കാം. എമൗണ്ട് പറഞ്ഞാൽ A എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആകെ തിരിച്ചടക്കേണ്ട തുക എത്രയാണെന്ന് A കണ്ടുപിടിക്കാം. A എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി അങ്ങ് കൂട്ടുക. എത്രയാണോ താഴെ വന്നത് അത്രയും സംഖ്യകൾ അങ്ങ് കൂട്ടുക. ഇവിടെ 1000 + 200 + 10 1210 ആയിരിക്കും അയാളെ എമൗണ്ട്. ഇതന്നെയല്ലേ നമുക്ക് നേരത്തെയും കിട്ടിയത്. അതിൻ്റെ പുറമെ ഈ ഡിയും കിട്ടി ഇതിൽ നിന്ന് അല്ലേ, ഡിഫറൻസും കിട്ടി. ഇങ്ങനെയാണ് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുക. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റൂലേ? എല്ലാവർക്കും ചെയ്യാൻ പറ്റൂലേ? ഇങ്ങനെയാണ് ഇത് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. എല്ലാവരും പോയിട്ട് നല്ലോണം പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക, പിന്നെയും ചെയ്ത് നോക്കുക, പുതിയ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, ഉഷാറായിട്ട് പഠിക്കുന്നിട്ട്. ഓക്കെ, ബൈ ബൈ.